കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാർക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇത് ഭൂതമാണോ എന്ന്. ദൈവം തന്നെ അടുത്തേക്ക് വരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുകയാണ് ഇത് പിശാചാണോ എന്ന്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത് സംഭവിക്കുന്നത്? 3 വർഷം അവർ കൂടെ നടന്നതാണ്. എന്നിട്ടും 2 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ വീണ്ടും കാണുമ്പോൾ കർത്താവിനെ തന്നെ കണ്ടപ്പോ അവരെന്ത് തെറ്റിദ്ധരിച്ചു? ഇത് പിശാചാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്, ഭൂതമാണ്. അപ്പോൾ നമ്മളോടാരെങ്കിലും അങ്ങനെ നമ്മളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അതിൽ അവരെ കുറ്റം പറയേണ്ട ആവശ്യം. കർത്താവിനെ തന്നെ മനുഷ്യർ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ അങ്ങനെ തെറ്റിദ്ധരിച്ചതിന്റെ കാരണമായി ഈശോ പറയുന്നത് വചനം ഗ്രഹിക്കാൻ തക്ക വിധം നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ഈശോയുടെ മരണത്തെക്കുറിച്ചുള്ള, ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള, ഈശോയുടെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വചനം ഗ്രഹിക്കാൻ തക്ക വിധം, അത് സ്വീകരിക്കാൻ തക്ക വിധം, അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ തക്ക വിധം, അത് വിശ്വസിക്കാൻ തക്ക വിധം, വിശ്വസിച്ചത് ഏറ്റെടുക്കാൻ തക്ക വിധം ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ഈശോയെ നേരിട്ട് കണ്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായത്. പ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ വിശ്വാസികളാണ് എന്ന് പറയുമ്പോഴും ചില സമയങ്ങളിൽ ആ വിശ്വാസം ഏറ്റെടുക്കാൻ, ഇത് ശരിക്കും സത്യമാണ് എന്ന് ഏറ്റെടുത്ത് അത് പ്രഖ്യാപിക്കുന്നതിൽ നമ്മുടെ വിശ്വാസവും കുറവ് വന്നിട്ടുണ്ട്. കുറവുള്ള വിശ്വാസമാണ്.